അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫാദലുകൾക്ക് മറ്റൊരു വിഷയത്തിലേക്ക് സ്വാഗതം. നമ്മൾ നഹ്വാണ് ക്ലാസ് എടുക്കുന്നത്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മൾ ഇതിലെ പാഠങ്ങളുടെ രീതിയൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഅദബൻ വഈമാനൻ കാമില റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സഅദ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അദർസുൽ അവ്വൽ, പാഠം 1. ഒരു സംഭാഷണ രൂപത്തിലാണ് പാഠം ക്രമീകരിച്ചിട്ടുള്ളത്. അത് മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ഹാഷിം: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിൻ്റെ അർത്ഥം നമുക്കറിയാം. നിങ്ങളുടെ മേൽ രക്ഷയുണ്ടാവട്ടെ, അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ ബർക്കത്തും ഉണ്ടാവട്ടെ. അൽ മുദരിസ്: അപ്പോൾ ഉസ്താദ്: വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിൻ്റെ മേലും തിരിച്ചും ഉണ്ടാവട്ടെ, രക്ഷ ഉണ്ടാവട്ടെ എന്നുള്ള അർത്ഥം. സലാം മടക്കി. ഹാഷിം: കൈഫ ഹാലുക യാ ഉസ്താദ്. ഉസ്താദിനോട് ചോദിക്കുകയാണ് ഹാഷിം: ഉസ്താദെ, എങ്ങനെയുണ്ട്, ഇതൊക്കെ അവസ്ഥ? ലഅല്ലക ബിഖൈർ, നല്ലത് തന്നെ അല്ലേ, സുഖം തന്നെ അല്ലേ എന്നുള്ള അതിനൊരു പ്രയോഗമാണ് ലഅല്ലക ബിഖൈർ. ആ പ്രയോഗം പ്രത്യേകം പഠിക്കുക. ലഅല്ലക ബിഖൈർ, നല്ലത് തന്നെ അല്ലേ, സുഖല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അൽ മുദരിസ്: അപ്പോൾ ഉസ്താദ്: അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്. വ കൈഫ ഹാലുക അൻത യാ ഹാഷിം. അപ്പോൾ ഉസ്താദ് തിരിച്ചു ചോദിച്ചു: വ കൈഫ ഹാലുക, നിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട്? അൻത യാ ഹാഷിം, ഹാഷിമേ നിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട്? അൻത എന്നുള്ളത് ഒന്നുകൂടെ ശക്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. ഹാലുക യാ ഹാഷിം എന്ന് പറഞ്ഞാൽ മതി, എന്നാലും അൻത, നിൻ്റെ തന്നെ എന്നൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അൻത എന്നുള്ളത് പ്രയോഗിച്ചതാണ്. അന ഉഹിബ്ബുക കസീറൻ, ഞാൻ നിന്നെ വളരെ ഇഷ്ടപ്പെടുന്നു. ഉസ്താദ് പറയാണ്: യാ ഹാഷിം, ഹാഷിമേ നിന്നെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു, ധാരാളം. ഇന്നക ത്വാലിബുൻ, നിശ്ചയം നീയൊരു വിദ്യാർത്ഥിയാണ്. ദക്കിയുൻ, ബുദ്ധിയുള്ള. ദക്കി എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള. വ മുജ്തഹിദുൻ, പരിശ്രമശാലിയായ. വദൂ ഖുലുഖിൻ, നല്ല സ്വഭാവം ഉള്ള. നമ്മൾ ദൂ എന്നുള്ളതിന് കഴിഞ്ഞ ഏതോ ഒരു വിഷയത്തിൽ ഉള്ള എന്നുള്ളൊരർത്ഥം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി എഴുതണം എന്നില്ല. അപ്പോൾ ഇതിൽ ഒരുപാട് വാക്കുകൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ലഅല്ലക ബിഖൈർ ഒരു വാക്ക്, പിന്നെ കസീറൻ ധാരാളം, ഒഹിബുക്ക നിന്നിഷ്ടപ്പെടുന്നു, ത്വാലിബുൻ വിദ്യാർത്ഥി, ദക്കിയുൻ ബുദ്ധിമാൻ, മുജ്തഹിദ് പരിശ്രമശാലി, ഖുലുഖ് സ്വഭാവം. അമിനൽ ഉറുദുന്നി എന്ന് പറഞ്ഞാൽ ഉറുദു ഭാഷ സംസാരിക്കുന്ന നാട്ടിൽ നിന്നുള്ള ആളാണോ? അന്ത നീ. അമിനൽ ഹിന്ദിയ ഹാഷിം, അതോ ഇന്ത്യയിൽ നിന്നാണോ? ഉറുദുവിന് ഒരു രാഷ്ട്രം, ഒരു പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല. ഉറുദു ആ രാഷ്ട്രത്തിൽ നിന്നുള്ളതാണോ ഇന്ത്യയിൽ നിന്നുള്ളതാണോ എന്നുള്ള ചോദ്യം. അപ്പോൾ ഹാഷിം പറയാണ്: ഇന്നി, നിശ്ചയം ഞാൻ, മിനൽ ഹിന്ദി, ഇന്ത്യയിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ ഉസ്താദ് ചോദിക്കുകയാണ്: അൽ മുദരിസ്: അപ്പോൾ ജമീലുക, നിൻ്റെ കൂട്ടുകാരൻ. ജമീൽ നമ്മൾ സ്വദീഖ്, കൂട്ടുകാരൻ പഠിച്ചിട്ടുണ്ടാവും. ജമീൽ എന്ന് പറഞ്ഞാലും കൂട്ടുകാരൻ. അല്ലദീ ഖറജ മഅക, നിൻ്റെ കൂടെ പുറത്തുപോയ നിൻ്റെ കൂട്ടുകാരൻ. അൽ ആൻ, ഇപ്പോൾ. മേൽ ഫസ്ലി എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന് ഇപ്പോൾ പുറത്തു പോയ ആ കൂട്ടുകാരുണ്ടല്ലോ. അഹുവ ഐലൻ മിനൽ ഹിന്ദ്, അവനും ഇന്ത്യയിൽ നിന്നുള്ള ആളാണോ എന്ന് ഉസ്താദ് ചോദിച്ചു. അഹുവ ഐലൻ മിനൽ ഹിന്ദ്, അതൊരു പ്രയോഗമാണ്, അത് പഠിക്കുക. അഹുവ ഐലൻ മിനൽ ഹിന്ദ്, അവനും ഇന്ത്യയിലുള്ള ആളാണോ? അപ്പോൾ അവനും തലക്കടത്തൂറുള്ള ആളാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അഹുവ മിനൽ തലക്കടത്തൂരി, അഹുവ ഐലൻ മിനൽ
എന്താണ് വേറെ ഏതെങ്കിലും ഒരു രാജ്യം, പാകിസ്ഥാൻ, അഹുമിനൽ സൗദി എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അവൻ ആ രാജ്യക്കാരനാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയോഗം. അപ്പോൾ ഹാഷിം ലാ അല്ല, ഇന്നഹു മിനൽ ഉർദുൻ, അവൻ ഉറുദുക്കാരനാണ്. ഉറുദു അത് ആ രാജ്യക്കാരനാണ്, ഉർദുൻ എന്ന് പറയുന്ന രാജ്യക്കാരനാണ്. അങ്ങനെ അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ പറഞ്ഞതിൽ അവ്യക്തത ഇല്ലയെന്ന് തോന്നുന്നു. ആ ഉർദുൻ അതേതാ രാഷ്ട്രം എന്നുള്ളതാണ് ഒരു അവ്യക്തത വരിക. അത് ഒരു രാജ്യമാണെന്ന് മനസ്സിലാക്കിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉസ്താദ് ചോദിച്ചു, അൽ മുദരിസ് ഇന്ന സാഴത്തക്ക, നിശ്ചയം നിൻ്റെ വാച്ച്, സാഴത്ത് എന്ന് പറഞ്ഞാൽ വാച്ച്, ജമീലത്തുൻ അത് ഭംഗിയുള്ളതാണ്. സാഴത്ത് മുഅന്നസ് ആയതുകൊണ്ടാണ് ജമീലത്ത് എന്ന് ഹാത്ത പറഞ്ഞത്. അവിടെ മുദക്കറായ വാക്കാണെങ്കിൽ ജമീലുൻ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്ന സാഴത്തക്ക ജമീലത്തുൻ, നിശ്ചയം നിൻ്റെ വാച്ച് ജമീലത്തുൻ ഭംഗിയുള്ളതാണ്. യാ ഹാഷിം, ഹാഷിമേ. അമിനൽ യാബാനി ഹിയ, അത് യാബാൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് വാങ്ങിയതാണോ? അപ്പോൾ ഹാഷിം പറയാണ് ലാ അല്ല, ഇന്നഹാ മിനൽ ഹിന്ദ്, അത് എവിടെ നിന്ന് വാങ്ങിയതാണ്? ഇന്ത്യയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അൽ മുദരിസു, അപ്പോൾ ഉസ്താദ് ചോദിച്ചു, ഗാലിയത്തുൻ ഹിയ അം റഖീസത്തുൻ? ഗാലിയത്ത് എന്ന് പറഞ്ഞാൽ വില കൂടിയത്, റഖീസത്ത് എന്ന് പറഞ്ഞാൽ വില ചുരുങ്ങിയത്. അപ്പോൾ അത് വില കൂടിയതാണോ അതോ വില ചുരുങ്ങിയതാണോ? അത് ആ പ്രയോഗം ശ്രദ്ധിക്കുക. ആ ഗാലിയത്തുൻ ഹിയ അം റഖീസത്തുൻ. അപ്പോൾ ആ എന്ന് ചോദിച്ചിട്ട് അം, ആണോ അല്ലേ എന്നുള്ള ആ അം. അപ്പോൾ അവൾ എന്താണ് ബുദ്ധിമതിയാണോ അതോ വിഡ്ഢിയാണോ എന്നെങ്ങനെ ചോദിക്കുക? ആ ആലിമത്തുൻ ഹിയ അം ജാഹിലത്തുൻ. അപ്പോൾ ആലിമത്ത് എന്ന് പറഞ്ഞാൽ അറിവുള്ളവൾ, ജാഹിലത്ത് എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവൾ. ആ പ്രയോഗം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് തോന്നുന്നത്. ആ പ്രയോഗം പഠിക്കുക, എങ്ങനെയാണോ അല്ലേ എന്നുള്ള ആ രീതി, ആ അം എന്നുള്ള ആ രീതി. ഓക്കെ. അപ്പോൾ വില കൂടിയതാണോ വില ചുരുങ്ങിയതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹാഷിം പറയാണ് ഇന്നഹാ റഖീസത്തുൻ ജിദ്ദ, അത് വളരെ വില ചുരുങ്ങിയതാണ്. ഇന്നഹാ ബിമിഅത്തി റൂബിയത്തിൻ ഫഖത്ത്, നിശ്ചയം അതിന് 100 രൂപയുള്ളൂ. മിഅ എന്ന് പറഞ്ഞാൽ 100, റൂബിയത്തിൻ എന്ന് പറഞ്ഞാൽ രൂപ, ഫഖത്ത് അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അൽ മുദരിസ്, ഉസ്താദ് കം അഹല്ലക യാ ഹാഷിം, ഹാഷിമേ നിനക്ക് എത്ര സഹോദരന്മാരുണ്ട്? അഹ് സഹോദരന്മാർ. അപ്പോൾ ഹാഷിം ലീ എനിക്കുണ്ട് സലാസത്തു ഇഖ്വത്തിൻ 4 സഹോദരന്മാർ. അപ്പോൾ അഹിൻ്റെ ജംആണെന്ത്? ഇഖ്വത്ത്. മനസ്സിലായി എന്ന് കരുതുന്നു. അൽ മുദരിസ്, അപ്പോൾ അത് അഹ് ഇഖ്വത്ത് മുഫ്രദാക്കിയിട്ട് എഴുതണം കേട്ടോ. സലാസത്തു ഇഖ്വത്ത് 3 സഹോദരന്മാരുണ്ട്. അൽ മുദരിസു, അപ്പോൾ ഉസ്താദ് ചോദിക്കുകയാണ്, തുല്ലാബുൻ ഹും, അവരൊക്കെ വിദ്യാർത്ഥികളാണോ? നിന്നെപ്പോലെ പഠിക്കുന്നവരാണോ? അപ്പോൾ ഹാഷിം ലാ അല്ല, ഇന്നഹും തുജാർ, അവരൊക്കെ എന്താണ്? കച്ചവടക്കാരാണ്. തുജാർ എന്ന് പറഞ്ഞാൽ ബിസിനസ് നടത്തുന്നവർ, കച്ചവടക്കാർ. അൽ മുദരിസു, അപ്പോൾ ഉസ്താദ് ചോദിച്ചു, വക്കം ഉഖ്തൻ ലക, നിനക്കെത്ര സഹോദരിമാർ ഉണ്ട്? ഉഖ്ത് സഹോദരി, അഹ് സഹോദരൻ. അപ്പോൾ ഹാഷിം പറഞ്ഞു ലീ എനിക്കുണ്ട് 4 അഖവാത്തിൻ 4 സഹോദരിമാരുണ്ട്. അപ്പോൾ അഹിൻ്റെ ജംഅ് ഇഖ്വത്ത്, ഉഖ്തിൻ്റെ ജംഅ് അഖവാത്ത്. അത് രണ്ടും വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം, അത് എഴുതുമ്പോൾ ക്ലിയർ ആയിക്കോളും. അൽ മുദരിസ്, അപ്പോൾ ഉസ്താദ് അഫിൽ ഹിന്ദി ഹുന്ന അൽ ആൻ, അവരൊക്കെ ഇപ്പോൾ ഇന്ത്യയിലാണോ ഉള്ളത്? അപ്പോൾ ഹാഷിം ലാ അല്ല, ഇന്നഹുന്ന, നിശ്ചയം അവരൊക്കെ, ആ പെണ്ണുങ്ങളൊക്കെ, ഹുന ഇപ്പോൾ, ബിൽ മദീനത്തിൽ മുനവ്വറ, എവിടെയുള്ളത്? മദീനത്തുൽ മുനവ്വറയിലാണുള്ളത്. മഅബി വ ഉമ്മി, എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെ അവർ മദീന മുനവ്വറയിലാണുള്ളത്. അള്ളാഹു നമ്മെ അവിടെ എത്തിക്കട്ടെ. അൽ മുദരിസ്, അപ്പോൾ ഉസ്താദ് ത്വാലിബാത്തുൻ ഹുന്ന, അവരൊക്കെ പഠിക്കുന്ന കുട്ടികളാണോ? പെൺകുട്ടികളാണോ? അപ്പോൾ ഹാഷിം
ആശിം പറയാണ് ലാ അല്ല, ഇന്നഹുന്ന നിശ്ചയം അവരൊക്കെ മുദരിസാത്തുൻ അവരൊക്കെ അധ്യാപകരാണ്, ബിൽ മദ്രസത്തി സാനവിയ സെക്കൻഡറി മദ്രസയിൽ സെക്കൻഡറി സ്കൂളിലൊക്കെ അധ്യാപകരാണ് അവർ. ഇനി കുറച്ച് ചോദ്യങ്ങളുണ്ട് ഇൻഷാ അല്ലാഹ്, അത് നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ ശരിയാക്കാം. അപ്പോൾ ഇതിൽ പറഞ്ഞ ഒരുപാട് പ്രയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ കൃത്യമായി പഠിക്കുക. ഓക്കെ. ഇനി ഒരു ചോദ്യം ഞാൻ നാളെ ചോദിക്കും, അടുത്ത ക്ലാസ്സിൽ ചോദിക്കും. അത് വാക്കർത്ഥങ്ങളല്ല, അതല്ലാതെ പ്രയോഗങ്ങളുമല്ല, മറ്റൊരു കാര്യം, ഈ പാഠഭാഗം നിങ്ങൾ വായിച്ച് ഇതിൽ നിന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ ക്ലാസ്സിൽ സൂചിപ്പിക്കാത്ത ഒരു കാര്യം ഈ പാഠത്തിലുണ്ട്, അത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ടോ, സ്വന്തമായി മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പാഠം വായിച്ച് ഇതിൽ ഞാൻ സൂചിപ്പിക്കാത്ത മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നൊന്ന് നോക്കി വെച്ചാൽ മതി. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് എടുക്കുമ്പോൾ ആ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. നിങ്ങളൊന്ന് മറ്റെന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങൾ ഈ പാഠത്തിൽ ഉണ്ടോ എന്നുള്ളതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.